ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ മാസം 2 മത്സരങ്ങളാണ് അർജന്റീന ദേശീയ ടീം കളിക്കുന്നത്. സ്പെയിനിനെതിരെ ഒരു ഫൈനലിസിമ മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഖത്തറിനെതിരെ ഒരു സൗഹൃദ മത്സരം കൂടിയുണ്ട്. പക്ഷേ ഈ മത്സരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. മത്സരങ്ങൾ നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ മാസത്തെ മത്സരങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പിന് മുന്നേ 2 സൗഹൃദ മത്സരങ്ങൾ കൂടി കളിക്കാൻ ഇപ്പോൾ അർജന്റീന ദേശീയ ടീം തീരുമാനിച്ചിട്ടുണ്ട്. മെയ് മാസത്തിലായിരിക്കും അർജന്റീന 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുക. അതിലെ എതിരാളികളെ ഇപ്പോൾ തീരുമാനിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ എതിരാളി അത് ഹോണ്ടുറാസ് ആണ്. നമുക്കറിയാം, ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ 65-ാം സ്ഥാനത്തുള്ള ടീമാണ് ഹോണ്ടുറാസ്. അവർക്കെതിരെ ഒരു സൗഹൃദ മത്സരം അർജന്റീന കളിക്കുന്നുണ്ട്. അതിനുശേഷം യൂറോപ്പിലെ ഏതെങ്കിലും ഒരു ദേശീയ ടീമിനെതിരെയാണ് അർജന്റീന സൗഹൃദ മത്സരം കളിക്കുക. അതായത് വേൾഡ് കപ്പിൽ പങ്കെടുക്കാത്ത ഏതെങ്കിലും ഒരു ടീമിനെതിരെ അർജന്റീന കളിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ടീം ഏതാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. അങ്ങനെയായിരിക്കും മെയ് മാസത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ അർജന്റീന ദേശീയ ടീം കളിക്കുക. വേൾഡ് കപ്പിന് ഏറ്റവും മികച്ച രൂപത്തിൽ ഒരുങ്ങുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ അർജന്റീന ദേശീയ ടീമിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. ജൂൺ 17-ാം തീയതിയാണ് അർജന്റീന വേൾഡ് കപ്പിലെ തങ്ങളുടെ ആദ്യത്തെ മത്സരം കളിക്കുക. എതിരാളികൾ അൾജീരിയയാണ്. ഏതായാലും ഫൈനലിസിമ മത്സരം അതിനു മുന്നേ അവരെ കാത്തിരിക്കുന്നുണ്ട്. അർജന്റീനയുടെ ശക്തി ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സ്പെയിനിനെതിരെയുള്ള മത്സരത്തിൽ നമുക്ക് വ്യക്തമായേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.